കൊട്ടാരത്തിൽ മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ടായിരുന്നു. അവിടെ ധാരാളം പക്ഷികളും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ മധുരമായി പാട്ട് പാടുന്ന ഒരു വാനമ്പാടിയും ഉണ്ടായിരുന്നു. അവളുടെ പാട്ടു കേൾക്കാൻ എന്തു രസമാണെന്നോ. ഒരിക്കൽ ഒരു വനദേവത വാനമ്പാടിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നിന്റെ പാട്ടുകളെല്ലാം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് ഞാൻ 3 വരം നൽകും. അത് നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് വനദേവത അപ്രത്യക്ഷമായി. വാനമ്പാടി ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് നല്ലൊരു വീടുണ്ട്, ആവശ്യത്തിന് ഭക്ഷണവുമുണ്ട്, കൂടാതെ നല്ല കൂട്ടുകാർ. പിന്നെ എനിക്കെന്തിനാണ് ഈ വരങ്ങൾ? ഇത് ഞാൻ എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കും. വാനമ്പാടി തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ ആ പൂന്തോട്ടത്തിൽ ഒരു പ്രാപ്പിടൻ എത്തിച്ചേർന്നു. ഓരോ ദിവസവും ഓരോ ജീവികളെ കൊത്തിത്തിന്നും. അന്നൊരു ദിവസം ചിന്നുതത്ത നെൽക്കതിർ കൊത്തിത്തിന്നുകയായിരുന്നു. അപ്പോൾ പ്രാപ്പിടൻ തത്തയെ റാഞ്ചെടുത്തു. തത്ത കീ കീ ഉറക്കെ കരഞ്ഞു. തത്തയുടെ കരച്ചിൽ വാനമ്പാടി കേട്ടു. വാനമ്പാടി പറഞ്ഞു, അയ്യോ പാവം തത്ത, തത്തയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. വാനമ്പാടി തന്റെ വരം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. വാനമ്പാടി പറഞ്ഞു, തത്ത രക്ഷപ്പെടട്ടെ. പെട്ടെന്ന് തത്ത വീർത്ത് വീർത്ത് വലുതാവാൻ തുടങ്ങി. ഭാരം താങ്ങാനാവാതെ പ്രാപ്പിടിയൻ തത്തയെ താഴെ ഇട്ടു. തത്ത രക്ഷപ്പെട്ടു. മറ്റൊരു ദിവസം ഒരു മഞ്ഞക്കിളിയെ പ്രാപ്പിടിയൻ റാഞ്ചിയെടുത്തു. അതിനെയും തന്റെ വരം ഉപയോഗിച്ച് വാനമ്പാടി രക്ഷപ്പെടുത്തി. 2 വരങ്ങൾ തീർന്നു. ഇനിയാകെ ഒരു വരം കൂടിയേ ബാക്കിയുള്ളൂ. അതും കൂടി തീർന്നാൽ നമ്മളെല്ലാവരും പ്രാപ്പിടിയന്റെ ഇരകളായി തീരും. ഇരകളെല്ലാം ക്ഷമയോടെ ഇരുന്നു. അപ്പോഴാണ് വാനമ്പാടി പറഞ്ഞത്, കൂട്ടുകാരെ, നിങ്ങൾ ആരും ക്ഷമിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് വാനമ്പാടി മറ്റൊരു മരത്തിലേക്ക് പറന്നിരുന്നു. മനോഹരമായ ഒരു പാട്ടുപാടി. ഇതുവരെ പാടിയ പാട്ടിനേക്കാൾ അതിമനോഹരമായിരുന്നു അത്. അപ്പോഴാണ് പ്രാപ്പിടൻ അതുവഴി വന്നത്. വാനമ്പാടിയെ കണ്ട പ്രാപ്പിടൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, എല്ലാ ദിവസവും എന്റെ ഇരകളെ രക്ഷപ്പെടുത്തുന്ന ഇവൻ തന്നെയാകട്ടെ എന്റെ ഇന്നത്തെ ഇര. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രാപ്പിടൻ വാനമ്പാടിയെ റാഞ്ചിയെടുത്തു. പ്രാപ്പിടന്റെ കൂർത്ത നഖങ്ങൾ വാനമ്പാടിയുടെ ശരീരത്തേക്ക് തുളച്ചു കയറി. വാനമ്പാടി വേദന കൊണ്ട് പിടയുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, ഇനി ആകെ ഒരു വരം കൂടിയേ ബാക്കിയുള്ളൂ. അത് എനിക്ക് വേണ്ടി ഉപയോഗിക്കണോ അതോ എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കണോ? വാനമ്പാടി മനസ്സിൽ പറഞ്ഞു, എന്റെ മാംസം വിഷമുള്ളതാകട്ടെ. പെട്ടെന്ന് വാനമ്പാടി പിടഞ്ഞു പിടഞ്ഞു മരിച്ചു. ഇതൊന്നും അറിയാതെ വാനമ്പാടിയുടെ മാംസം ആർത്തിയോടെ കൊത്തിത്തിന്ന പ്രാപ്പിടനും മരിച്ചു വീണു. കൂട്ടുകാരെ, എന്താണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സ്വന്തം ജീവൻ ബലി കഴിച്ചു മറ്റുള്ളവരെ രക്ഷിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. വാനമ്പാടിയുടെ പോലെ ആയിത്തീരുവാൻ നമ്മൾ എല്ലാവരുടെയും കുഞ്ഞു ഹൃദയങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.